മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച ജില്ലയിലെത്തും. രാവിലെ 9:30 കട്ടപ്പനയിൽ മാധ്യമപ്രവർത്തകരെ കാണും. 10 കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിൽ ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കും. യോഗത്തിന് ശേഷം കട്ടപ്പന നഗരത്തിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നടക്കുമെന്നും LDF നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റോഡ് ഷോ കട്ടപ്പന നഗരസഭ മൈതാനിൽ നിന്നും ആരംഭിച്ച പുതിയ ബസ് സ്റ്റാൻഡ് ഇടശ്ശേരി ജംഗ്ഷൻ സെൻട്രൽ ജംഗ്ഷൻ വഴി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കഞ്ഞിക്കുടി, മരിയാപുരം, വാത്തുക്കുടി, കാമാക്ഷി, വാഴത്തോപ്പ് പഞ്ചായത്തുകളിൽ നിന്നുള്ളവരുടെ വാഹനങ്ങൾ പഴയ ബസ് സ്റ്റാൻഡിലും, അറക്കുളം, കുടയത്തൂർ പഞ്ചായത്തുകളിലുള്ളവരുടെ വാഹനങ്ങൾ സന്തോഷ് തിയേറ്റർ പാർക്കിംഗ് മൈതാനത്തും, കാഞ്ചിയാർ, കൊന്നത്തടി പഞ്ചായത്തുകളിലുള്ളവരുടെ വാഹനങ്ങൾ CSA ഗാർഡനിലും, കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ളവരുടെ വാഹനങ്ങൾ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടിവശം കുന്തളംപാറ റോഡിലെ പാർക്കിംഗ് മൈതാനങ്ങളിലും പാർക്ക് ചെയ്യാം. പകൽ 3 മണിക്ക് അടിമാലിയിൽ അഡ്വക്കേറ്റ് A രാജയുടെയും, 4 മണിക്ക് നെടുങ്കണ്ടത്തെ KK ജയന്തന്റെയും, 5 മണിക്ക് വണ്ടിപ്പെരിയാറ്റിൽ K സലിംകുമാറിന്റെയും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും. ഓരോ കൺവെൻഷനുകളിലും 10,000-ലേറെ പേർ പങ്കെടുക്കുമെന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യോഗത്തിന് എത്തിച്ചേരുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി നിർണായകമായ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ജില്ലയിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. ജില്ലയുടെ വികസനത്തിന് വലിയ മാറ്റമുണ്ടാക്കുന്ന, വലിയ വികസന മുന്നേറ്റം സൃഷ്ടിക്കുന്ന നിർമ്മാണ നിരോധനം എന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടുള്ള ചട്ടരൂപീകരണം നടത്തി അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം ജില്ലയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 60-ലെ ഭൂനിയമങ്ങൾ 2023 ഭേദഗതി ചെയ്ത് 2023 പുതിയ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ 2 ചട്ടരൂപീകരണങ്ങളാണ് കേരളത്തിൽ നടപ്പാക്കിയത്, നിയമസഭ നടപ്പാക്കിയത് നമുക്കറിയാം. ഒന്ന്, നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം പറഞ്ഞ ഇടുക്കി ജില്ലയിലെ വാണിജ്യ കെട്ടിടങ്ങൾ ക്രമവൽക്കരിച്ചുകൊണ്ടും, അതുപോലെ തന്നെ 1964 ചട്ടങ്ങൾ പ്രകാരം വാണിജ്യാവശ്യത്തിന് കെട്ടിടം പണിയാൻ കഴിയും. 1960 ഭൂനിയമം ഭേദഗതി ചെയ്ത പുതിയ ചട്ടരൂപീകരണത്തിലൂടെ എല്ലാ നിർമ്മാണങ്ങൾക്കും നിയമപരിരക്ഷ ഉറപ്പാക്കുകയും പട്ടയഭൂമിയിൽ എല്ലാ നിർമ്മാണങ്ങളും സാധ്യമാണെന്നുള്ള പുതിയ വിജ്ഞാപനം ഇറക്കിയും ഇടുക്കിയിലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി നേരിട്ടിരുന്ന ഭൂപ്രശ്നങ്ങൾക്കാണ് പിണറായി സർക്കാർ അറുതി വരുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലാൻഡ് രജിസ്റ്ററിൽ ഏലം എന്ന് രേഖപ്പെടുത്തിയവർക്ക് പട്ടയം നൽകാനും ഉത്തരവിറക്കി. കൂടാതെ ഷോപ്പ് സൈറ്റുകൾക്കും ആരാധനാലയങ്ങൾക്കും പട്ടയം അനുവദിച്ചു. ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കിയ കുടിയേറ്റ മണ്ണിൽ കർഷകർക്ക് സ്വൈരജീവിതം ഉറപ്പാക്കിയ മുഖ്യമന്ത്രിയാണ് ജില്ലയിൽ എത്തുന്നതെന്നും LDF നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ, VR സജി, മാത്യു ജോർജ്, CS അജേഷ്, അഡ്വക്കേറ്റ് മനോജ് തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.